സ്വാഗതം. ഞാനിവിടെ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്ന പ്രധാനപ്പെട്ട ഫോർമുലാസ്, അതുപോലെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് അതൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നു. പാർട്ടുകളായിട്ട് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡ്സ്. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് പാർട്ട് 3 ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു തീവണ്ടി ഒരു പോസ്റ്റിനെയോ ഒരു മരത്തിനെയോ വഴിയരികിൽ നിൽക്കുന്ന ഒരാളിനെയോ മറികടക്കുമ്പോൾ തീവണ്ടിക്ക് സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് തീവണ്ടിയുടെ നീളമായി കണക്കാക്കണം. ദൂരം സ്പീഡ് കാണാൻ ദൂരം ബൈ സമയം എന്നൊക്കെ. അപ്പം ദൂരം എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഒരു തീവണ്ടി ഒരു പോസ്റ്റിനെയോ ഒരു മരത്തിനെയോ ഒരാളിനെയോ മറികടക്കുമ്പോൾ തീവണ്ടിക്ക് സഞ്ചരിക്കേണ്ട ദൂരം നമുക്ക് തീവണ്ടിയുടെ നീളമായി കണക്കാക്കണം. തീവണ്ടിയുടെ നീളം എടുക്കാം ദൂരത്തിന് വരെ. പക്ഷേ ഒരു തീവണ്ടി ഒരു പാലത്തിനെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ തുരങ്കത്തിനെയോ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനിനെയോ കടന്നു പോകുമ്പോൾ ദൂരമായി 2 നീളവും കൂട്ടണം. പാലമാണെങ്കിൽ പാലത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടെ കൂട്ടണം. തുരങ്കമാണെങ്കിൽ തുരങ്കത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടെ കൂട്ടിയാലേ ആകെ ദൂരം കിട്ടത്തുള്ളൂ. പിന്നെ നിർത്തിയിരിക്കുന്ന മറ്റൊരു ട്രെയിനിനെ കടക്കുകയാണെങ്കിൽ 2 ട്രെയിനിൻ്റെ നീളവും കൂടെ കൂട്ടണം. ആകെ ദൂരം കിട്ടണമെങ്കിൽ. ഇതിൽ കൂടി പറയാം. ഒരു തീവണ്ടി ഒരു പോസ്റ്റിനെയോ ഒരു മരത്തിനെയോ വഴിയരികിൽ നിൽക്കുന്ന ഒരാളിനെയോ മറികടക്കുമ്പോൾ തീവണ്ടിക്ക് സഞ്ചരിക്കേണ്ട ദൂരം തീവണ്ടിയുടെ നീളമായി കണക്കാക്കുക. തീവണ്ടിയുടെ നീളം മാത്രം എടുത്താൽ മതി ദൂരത്തിന്. ഇങ്ങനെ 2-3 കേസുകൾ. ഒരു തീവണ്ടി ഒരു പാലത്തിനെയോ ഒരു പ്ലാറ്റ്ഫോമിനെയോ ഒരു തുരങ്കത്തെയോ നിർത്തിയിട്ടിരിക്കുന്ന മറ്റൊരു ട്രെയിനിനെയോ കടന്നു പോകുന്നെങ്കിൽ ദൂരമായി 2 നീളം കൂട്ടണം. ട്രെയിനാണെങ്കിൽ 2 ട്രെയിനുകൾ വന്നിട്ടുണ്ട്, 2 ട്രെയിനിൻ്റെയും കൂടെ നീളം കൂട്ടണം. ഒരു പാലം കടന്നു പോകുന്നതിന് അതിന് ട്രെയിനിൻ്റെ നീളവും പാലത്തിൻ്റെ ദൂരവും കൂടെ പാലത്തിൻ്റെ ലെങ്തും കൂടെ കൂട്ടണം. തുരങ്കം ആണെങ്കിലും അതുപോലെ തുരങ്കത്തിൻ്റെ നീളവും ട്രെയിനിൻ്റെ നീളവും കൂടെ കൂട്ടണം. ആ ദൂരം കിട്ടണം. അതിൽ പ്ലാറ്റ്ഫോം ആണെങ്കിലും അങ്ങനെ തന്നെ. ഉദാഹരണത്തിന് 100 മീറ്റർ പ്ലാറ്റ്ഫോം കടക്കുന്നതിന് 300 മീറ്റർ നീളമുള്ള തീവണ്ടി എന്ന് പറയുമ്പോൾ ആകെ ദൂരം 300-ഉം 100-ഉം കൂടെ കൂട്ടിയിട്ട് 400 എഴുതാം. ഇവിടെ ഒരു സമഭുജ ത്രികോണം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഒരു വശത്തിൻ്റെ നീളം എല്ലാ വശവും തുല്യമായിരിക്കും. സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ നീളം A ആയാൽ അതിൻ്റെ ഏരിയ വിസ്തീർണം കാണാനുള്ള ഫോർമുല പരപ്പളവ് വിസ്തീർണം √3a²/4 ചതുരശ്ര യൂണിറ്റ് ആയിരിക്കും. √3a²/4 A വശമാണ്. വശത്തിന് ആയിരിക്കും. സമഭുജമല്ലേ. 3 കോണുകളും 3 വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഒരു കോണളവ് 60+60+60, അതായത് 60 ഡിഗ്രി വരും. 180. വിഷമഭുജ ത്രികോണം സ്കെലൻ ട്രയാങ്കിൾ ABC ഇവ വശങ്ങളായാൽ വിസ്തീർണം കാണാൻ പരപ്പളവ് കാണാനുള്ള ഫോർമുല സ്കെലൻ ട്രയാങ്കിൾ വിഷമഭുജ ത്രികോണം S√S × S - A × S - B × S - C. S എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ എന്ന് പറയും. ചുറ്റളവിൻ്റെ നേരെ പകുതി A+B+C/2. ABC എന്ന വശങ്ങളായ ചുറ്റളവ് കാണാനുള്ള ഫോർമുല A+B+C. കോണുകളെ പറ്റി പഠിക്കുക. ഒരു കോൺ മട്ട കോണായാൽ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ മട്ട കോണായാൽ അതിന് 90 ഡിഗ്രി എന്ന 90 ഡിഗ്രി അളവാണ്. മട്ട കോണിന് നമ്മൾ 90 ഡിഗ്രി അളവിനെയാണ് മട്ട കോൺ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ഉള്ള ത്രികോണത്തെ മട്ട ത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയും. കോണളവ് 90 ഡിഗ്രി ആയാൽ അതിനെ മട്ട കോണം എന്ന് പറയും, അതായത് റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിയിൽ കുറവായാൽ ന്യൂനകോൺ. 90 ഡിഗ്രിയിൽ കുറവായാൽ ന്യൂനകോണം അഥവാ അക്യൂട്ട് ആംഗിൾസ് എന്ന് പറയും. 90 ഡിഗ്രിയിൽ കൂടുതലായാൽ ബൃഹത് കോണം അഥവാ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയും. ഇംഗ്ലീഷിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ. അതായത് 110, 100, 120 അതൊക്കെ ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആണ്. 90 ഡിഗ്രിയിൽ കുറവായിട്ടുള്ള ആംഗിൾസ് 45, 58, 70 അങ്ങനെ അങ്ങോട്ട്. 90 ഡിഗ്രി കുറവായിട്ടുള്ള ആംഗിളിനെ നമ്മൾ അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണം എന്ന് പറയുന്നു. മട്ടകോണം എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ. അതായത് 90 ഡിഗ്രി കോണിനെ മട്ടകോണെന്നും 90 ഡിഗ്രി കുറവായതിനെ അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണെന്നും 90 ഡിഗ്രിയിൽ കൂടുതലായിട്ടുള്ള കോണുകളെ നമ്മൾ ബൃഹത് കോൺ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾസ് എന്നും പറയുന്നു. 2 കോണുകളുടെ തുക രണ്ടും കൂടെ കൂട്ടുമ്പോൾ
90 ഡിഗ്രി ആയാൽ അവയെ പൂരക കോണുകൾ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നു. ഒരു ആംഗിൾ തന്നിട്ട് അതിന്റെ കോംപ്ലിമെന്ററി ആംഗിൾ, അതായത് പൂരക കോണം എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് പൂരക കോണം എന്ന് അറിയണമെങ്കിൽ പൂരക കോണം എന്താണെന്ന് മനസ്സിലായാലും നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു 40 ഡിഗ്രി കോണിന്റെ പൂരക കോണം എത്രയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ 90 കിട്ടുമെന്ന് നോക്കിയാൽ 50. 40ഉം 50ഉം 90, രണ്ട് കോണുകളുടെ തുക 90 ഡിഗ്രി ആയാൽ അതിലെ പൂരക കോൺ അല്ലെ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നു. അതായത് 40 ഡിഗ്രി കോണിന്റെ പൂരക കോൺ എത്രയാണെന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് BSc. പൂരക കോൺ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റത്തുള്ളൂ. അതായത് രണ്ട് കോണുകളുടെ തുക 90 ഡിഗ്രി ആയാൽ പരസ്പരം, ഇപ്പോൾ 40 ഡിഗ്രി എന്ന് പറയുന്നത് 40 ഡിഗ്രിയുടെ പൂരക കോണാണെന്ന് പറയാം, 40 ഡിഗ്രി എന്ന് പറയുന്നത് 50 ഡിഗ്രിയുടെ പൂരക കോണാണെന്ന് പറയാം. കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി ആയാൽ അവയെ അനുപൂരക കോണുകൾ അല്ലെങ്കിൽ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി ആയാൽ, ഉദാഹരണം 100 ഡിഗ്രി പ്ലസ് 80 ഡിഗ്രി, 100 80, ഇത് അനുപൂരക കോണുകളാണ്, അതായത് സപ്ലിമെന്ററി ആംഗിൾസ്. രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. 120 60, രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. പൂരക കോണാൽ 30 60, 80 10, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 വന്നാൽ പൂരക കോണെന്നും 180 വന്നാൽ അനുപൂരക കോണെന്നും പറയും. രണ്ടുകൂടെ കൂട്ടുമ്പോൾ പൂരക കോണം, അതായത് 90 ഡിഗ്രി വന്നാൽ കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നും, രണ്ടുകൂടെ കൂട്ടുമ്പോൾ 180 വന്നാൽ സപ്ലിമെന്ററി ആംഗിൾസ് എന്നും പറയും. ഇപ്പോൾ ഒരു കോണളവ് തന്നിട്ട് 110 ഡിഗ്രി, ഈ കോണിന്റെ അനുപൂരക കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയണമെങ്കിൽ ഈ അനുപൂരക കോൺ എന്താണെന്ന് അറിയണം. 110ന്റെ കൂടെ എത്രയും കൂടെ കൂട്ടിയാലാണ് 180 കിട്ടുന്നത്. 100 കൂട്ടുമ്പോൾ 180 കിട്ടുന്നതിനാണ് അനുപൂരക കോണുകൾ, പരസ്പരം അനുപൂരകങ്ങളാണെന്ന് പറയാം. 110 ഡിഗ്രിയുടെ അനുപൂരക കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ 70. എന്ന് പറയണമെങ്കിൽ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നതിനെയാണ് അനുപൂരക കോൺ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എഴുതാൻ പറ്റും. വ്യത്യസ്ത ത്രികോണങ്ങളെ പറ്റി പഠിക്കാം. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അത് മനസ്സിലാക്കുക ത്രികോണം പഠിക്കുമ്പോൾ. സമപാർശ്വ ത്രികോണം അഥവാ ഐസോസെലസ് ട്രയാങ്കിൾ ABC എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ABAC രണ്ട് സൈഡും തുല്യമായിരിക്കും, രണ്ട് വശങ്ങളും തുല്യമായിരിക്കും. ആ രണ്ട് വശങ്ങൾ വന്ന് ചേരുന്ന കോണുകൾ, രണ്ട് വശങ്ങൾ വന്ന് ചേരുന്ന കോണുകളും തുല്യമായിരിക്കും. രണ്ട് വശങ്ങളും രണ്ട് കോണുകളും തുല്യമായിട്ടുള്ളതിനെ ഐസോസെലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നു. ഈ മട്ട ത്രികോണം, ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയാം. ആ 90 ഡിഗ്രിക്ക് എതിർവശമുള്ള ഏറ്റവും വലിയ സൈഡ് കർണം അഥവാ ഹൈപ്പോട്ടനസ്, കർണം. സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ, സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പേര് പറയാം? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ, അത് പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം. സമഭുജ ത്രികോണം, സമഭുജ, എല്ലാ ഭുജങ്ങളും സമമായിരിക്കും, എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമായിരിക്കും. ABC എന്നൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സമഭുജ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ 3 വശങ്ങളും തുല്യമായിരിക്കും. വിഷമഭുജ ത്രികോണം, വിഷമഭുജം, അതായത് സ്കലൻ ട്രയാങ്കിൾ, 3 വശങ്ങളും വ്യത്യസ്തമായിരിക്കും, 3 ആംഗിളുകളും വ്യത്യസ്തമായിരിക്കും. PQR, ABC 3 സൈഡ്. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. 4 വശങ്ങൾ തുല്യമാണ്. ABCD എന്നുള്ള ചതുർഭുജം എന്ന് പറയുന്നത് 4 വശങ്ങളുള്ള ഫിഗറാണ്. വശങ്ങൾ തുല്യമായിട്ടുള്ള ചതുർഭുജം, 4 സൈഡുള്ള ഫിഗറിനെ നമുക്ക് സമചതുരം എന്ന് പറയാം. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം A ആയാൽ വിസ്തീർണം A², ചതുരശ്ര യൂണിറ്റ്. ചതുരശ്ര യൂണിറ്റ് എന്ന് പറയാൻ മീറ്ററാണ്, മീറ്റർ സ്ക്വയർ, സെന്റിമീറ്ററാണ്, സെന്റിമീറ്റർ സ്ക്വയർ. ചുറ്റളവ് കാണാനുള്ള ഫോർമുല 4A. വികർണത്തിന്റെ നീളം കാണാനുള്ള ഫോർമുല A√2. അതായത് വികർണം എന്ന് പറഞ്ഞാൽ എതിർ ശീർഷങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. ACBD എതിർ ശീർഷങ്ങൾ, എതിർ മൂലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ലൈനാണ് നടുക്കൂടെ പോകുന്നത്. ഈ ലൈനാണ് വികർണം. ഇങ്ങനെ വരയ്ക്കാം, 2 വികർണം ഉണ്ട്, ACBD. അപ്പം വികർണത്തിന്റെ നീളം കാണാനുള്ള ഫോർമുല A√2. വികർണത്തിന്റെ നീളം A√2. അത് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങൾ ചോദിക്കാമല്ലോ. സമചതുരത്തിന്റെ വികർണം D ആയാൽ വിസ്തീർണം കാണാൻ D²/2. വിസ്തീർണം കാണാൻ വികർണത്തിന്റെ നീളം തന്നാൽ വിസ്തീർണം കാണാൻ D²/2. വികർണം നീളമാണ്. വികർണത്തിന്റെ നീളം D ആയാൽ A വശത്തിന്റെ നീളമായ വിസ്തീർണം കാണാൻ, വിസ്തീർണം അഥവാ പരപ്പളവ് A² ചതുരശ്ര യൂണിറ്റ്, ചുറ്റളവ് 4 MPa.
ഇവിടെ വികരണം 2 വികരണങ്ങളുണ്ട്. എതിർ ശീർഷങ്ങൾ എതിർ മൂലകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഉള്ളിൽ കൂടെ പോകുന്ന ലൈൻ സെഗ്മെൻ്റാണ് വികരണം. 4 വശങ്ങളും തുല്യമാണ്, 4 കോണുകളും മട്ടക്കോണുകളാണ്. ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, 90, ഇത് 90 ഡിഗ്രി ആയിട്ടുള്ള കോണിനെ മട്ടക്കോണം എന്ന് പറയും. ഒരു മട്ട ത്രികോണം ABC എന്നുള്ള ഒരു മട്ട ത്രികോണം റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ റൈറ്റ് ആംഗിൾ അറ്റ് ബി എന്ന ആംഗിളിലാണ് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി. ഈ 90 ഡിഗ്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിനെ നമ്മൾ കർണം ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നു. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ, അതായത് കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്ന മറ്റ് 2 വശങ്ങളുടെ പട്ടത്രികോണത്തിലെ കർണത്തിന്റെ വർഗം എന്ന് പറയുന്ന മറ്റ് 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അതായത് കർണം ഇവിടെ AC ആണ്. AB, BC, AC 3 സൈഡാണ് ഉള്ളത്. AC സ്ക്വയർ സമം AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. 40 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് കർണം. ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ സമം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. AC സ്ക്വയർ. AC ആണ് ഇവിടെ കർണം. മട്ടത്രികോണത്തിന്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നേരെ എതിർവശത്ത് കിടക്കുന്ന കർണം. ഇവിടെ ഇത് ഏറ്റവും വലിയ വശം കർണം. കർണം സ്ക്വയർ എന്ന് പറയുന്ന മറ്റു വശങ്ങളുടെ വർഗങ്ങളുടെ തുക. അതായത് AC സ്ക്വയർ സമം AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഈ തിയറത്തെ നമ്മൾ പൈതഗോറസ് തിയറം എന്നറിയപ്പെടുന്നു. ഈ തിയറത്തെ എന്താണ് അറിയപ്പെടുന്നത്? പൈതഗോറസ് തിയറം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു മട്ടത്രികോണം ABC ബിയിൽ റൈറ്റ് ആംഗിളിലേക്ക് ബി, അതായത് ബി എന്ന കോണ് 90 ഡിഗ്രിയാണ്, മട്ടക്കോണാണ്. ആ മട്ടക്കോണിൻ്റെ എതിർവശത്ത് കിടക്കുന്ന ഏറ്റവും വലിയ സൈഡ് കർണം. കർണം സ്ക്വയർ എന്ന് പറയുന്ന മറ്റ് 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ്. അതിനെ നമ്മൾ ഈ തിയറത്തെ, അതായത് AC സ്ക്വയർ സമയം AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ 3 സൈഡാണ്. ഇതിനെ നമുക്ക് പൈതഗോറസ് തിയറം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം B യൂണിറ്റും ആ വശത്തിലേക്കുള്ള ഉന്നതിയുടെ നീളം H യൂണിറ്റും ആയാൽ അതിന്റെ പരപ്പളവിന്റെ വിസ്തീർണം, ത്രികോണത്തിന്റെ പരപ്പളവിന്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല ½ BH ചതുരശ്ര യൂണിറ്റ്. ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം B യൂണിറ്റും ആ വശത്തേക്കുള്ള ഉന്നതിയുടെ നീളം H യൂണിറ്റും ആയാൽ ½ BH ചതുരശ്ര യൂണിറ്റ്. ABC ഇവ വശങ്ങളായ ത്രികോണത്തിന്റെ ചുറ്റളവ് A പ്ലസ് B പ്ലസ് കൂട്ടിയാണ്. ഈ ഫോർമുല ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം B യൂണിറ്റും ആ വശത്തിലേക്കുള്ള ഉന്നതിയുടെ നീളം H യൂണിറ്റും ആയാൽ പരപ്പളവ് വിസ്തീർണം കാണാനുള്ള ഫോർമുല ഏരിയ ½ BH ചതുരശ്ര യൂണിറ്റ്. മീറ്ററാണ് മീറ്റർ സ്ക്വയർ, സെന്റിമീറ്ററാണ് സെന്റിമീറ്റർ സ്ക്വയർ. വിസ്തീർണത്തിന്റെ യൂണിറ്റ് എപ്പോഴും ചതുരശ്ര യൂണിറ്റ് ആയിരിക്കും. അതായത് ABC വശങ്ങളായ ത്രികോണത്തിന്റെ ചുറ്റളവ് കാണാൻ A പ്ലസ് B പ്ലസ് C. ത്രികോണത്തിന്റെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിന്റെ ചെറിയ 2 വശത്തിന്റെ നീളങ്ങളുടെ തുക എല്ലായ്പ്പോഴും വലിയ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. എപ്പോഴും ചോദിച്ച് കാണാറുണ്ട് 3 അളവുകൾ വീതം തന്നിട്ട് ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളതാണ്. ചെറിയ വശങ്ങൾ കൂട്ടി നോക്കുമ്പോൾ അതിൻ്റെ നീളം മറ്റേ മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഒരു ത്രികോണത്തിന്റെ ചെറിയ 2 വശത്തിന്റെ നീളം കണ്ട തുക എല്ലായ്പ്പോഴും വലിയ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. ഇങ്ങനെ കുറേ ഇവിടുത്തെ 3 സൈഡ് വീതം തന്നിട്ട് ത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യത. ചെറിയ വശങ്ങൾ കൂട്ടി നോക്കിയാൽ മറ്റേ മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് ത്രികോണത്തിന്റെ വശങ്ങളായിരിക്കും. അത് സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നെ ചോദിച്ചെങ്കിൽ 100/6, റേറ്റായി ചോദിച്ചെങ്കിൽ 100/n. ഇരട്ടി എന്ന് പറയുമ്പോൾ 200-ൽ നിന്ന് 100 കുറയ്ക്കുക. 3 ഇരട്ടിയാകുമ്പോൾ തുക 3 ഇരട്ടിയാകുമ്പോൾ 300-ൽ നിന്ന് 100 കുറയ്ക്കുക. 200. n കാണാൻ 200/6, 6 കാണാൻ 200/n. സാധാരണ ചോദിച്ചു കാണാറുണ്ട്. തുക 4 ഇരട്ടിയായാൽ, സാധാരണ പരിസരത്ത് തുക 4 ഇരട്ടിയായാൽ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 400-ൽ നിന്ന് 100 കുറയ്ക്കുക. അങ്ങനെ ഓർത്താൽ 400-ൽ നിന്ന് 100 കുറയ്ക്കുക, 4 ഇരട്ടിയാകും. അത് 300. n കാണാൻ 300/6, റേറ്റായി വെച്ചാൽ 300/n. ഇത് തുക 10 ഇരട്ടിയാകുമ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. തുക 10 ഇരട്ടിയാകുമ്പോൾ 10 × 100 1000, 1000-ൽ നിന്ന് 100 കുറയും, 900. n കാണാൻ 900/6, 6 കാണാൻ 900/n. സാധാരണ പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകുമ്പോൾ, ഇരട്ടി എന്ന് പറഞ്ഞാൽ 200, അതിൽ നിന്ന് 100 കുറയ്ക്കുക, 100. അതായത് n = 100/6, 6 = 100/n.
മൂന്നിരട്ടി ആകുമ്പോൾ മൂന്നിരട്ടി ആകുമ്പോൾ 300-ൽ നിന്ന് ഒരു 100 കുറയ്ക്കും. 200/6 n കാണാൻ. 6 കാണാൻ 200/n. 4 ഇരട്ടി ആകുമ്പോൾ 400-ൽ നിന്ന് ഒരു 100 കുറയ്ക്കുക. 300/6 അങ്ങനെ ഓർത്താൽ മതി. 6 കാണാൻ 300/n. 10 ഇരട്ടി ആകുമ്പോൾ അതിൻ്റെ 10 100, അതായത് 1000-ൽ നിന്ന് ഒരു 100 കുറയ്ക്കുക. 900/6 n കാണാൻ 900/6, 6 കാണാൻ 900/n. ഇത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഷോർട്ട് കട്ടാണ്. ചില പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഫോർമുലാസും ഷോർട്ട് കട്ട്സ് മെത്തേഡ്സും മാത്രം എടുക്കുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടാണ്. അതുകൊണ്ടൊരു 4-5 പാർട്ടായിട്ട് എടുക്കാം. ഇത് 3-ാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 2 പാർട്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരെ ശ്രീനിവാസ് സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഈ തന്നിരിക്കുന്ന ഷോർട്ട് കട്ട്സും ഫോർമുലാസും ഒക്കെ ബൈഹാർട്ടാക്കിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ചെയ്താൽ എളുപ്പമായിരിക്കും. തിയറി പഠിച്ചിട്ട് അതിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ നമുക്ക്. ഇത് ഫോർമുലാസും ഷോർട്ട് കട്ട്സും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലോങ് വീഡിയോ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീനിവാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശ്രീനിവാസിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.